ഗോപാലകൃഷ്ണൻ, കേന്ദ്ര പദ്ധതികൾ അതിന്റെ ഗുണഫലം സംസ്ഥാനത്തുള്ള ദരിദ്രരായ മനുഷ്യർക്ക് കിട്ടില്ല ഇനിമേൽ എന്നുള്ളത് ചിരിച്ചുകൊണ്ടുള്ള ഒരു വെല്ലുവിളിയായി, ഭീഷണിയായിട്ടാണ് സർക്കാർ കാണുന്നതെങ്കിൽ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ തവണ ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചോദിച്ചത് ഇവിടെ ഒന്നുമില്ലെന്ന് പറയൂ, അപ്പോൾ പണം കിട്ടും എന്നുള്ളതാണ്. നമ്മളുടെ PQLA ഡിഫറെന്റ് ആണ്. നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് ഇൻഡെക്സുകളാണുള്ളത്. അത് പതിറ്റാണ്ടുകൾ കൊണ്ട് കേരള മോഡലിലൂടെ നേടിയെടുത്ത ഒന്നാണ്. 51% ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുവെന്ന് നീതി ആയോഗ് വിലയിരുത്തിയ ബീഹാറിന്റെ അവസ്ഥകളോട് താരതമ്യം ചെയ്തുകൊണ്ട് കേരളത്തിലുള്ള മനുഷ്യർ അവരുടെ ജീവിത നിലവാര സൂചികയെ അളന്നു വെച്ചിട്ട് കേന്ദ്രത്തിന്റെ സഹായം ലഭ്യമാക്കണമെന്ന് അവകാശപ്പെടുന്നത് ബാലിശമാണ്. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഒരു ബന്ധവുമില്ലാത്ത വിഷയത്തിലൊക്കെ RSSനെയൊക്കെ വലിച്ചിട്ടിട്ട് RSSന്റെ തറവാട്ടിൽ നിന്നാണോ എന്നൊക്കെയാണ് വളരെ ബാലിശമായിട്ടുള്ള ഒരു നിലവാരവുമില്ലാത്ത ഉത്തരങ്ങൾ പറയുന്നത്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സമൂഹത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സ്ഥിതിയെ അളന്നുകൊണ്ടാണ് കേന്ദ്ര ഫണ്ട്, ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഫണ്ട് വിഭാവനം ചെയ്യുന്നത്. അതല്ലാതെ ഒരു സംസ്ഥാനത്തെ ഇത്ര ആളുകൾ നികുതി കൊടുത്തു, അതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് പറയുന്നത് ഒന്നുകിൽ വിവരമില്ലായ്മ, അതല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ബോധ്യമില്ലായ്മ. ഇത് രണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ ഭരിക്കാനോ ഇന്ത്യ ഗേറ്റിൻ്റെ 7 അയലോക്കത്ത് നിൽക്കാനോ യോഗ്യതയില്ലാത്ത പാർട്ടിയുടെ ആളുകളാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത്. അവർ AKG സെൻറ്ററിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടാണ് കേന്ദ്ര ഫണ്ട് എന്നവർ ധരിക്കുന്നതാണ്. വണ്ടി എടുക്കട്ടെ മോളെ. അല്ലെങ്കിൽ അമ്മായി അച്ഛനും മരുമോനും കൂടി സംഘടിപ്പിക്കുന്നതാണ് ഈ കേന്ദ്ര ഫണ്ട് എന്നൊക്കെ ധരിക്കുന്നത് കൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതാണ്. അതിനും പറയുന്നുണ്ട് RSSന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട. പണ്ട് തിരുവനന്തപുരത്തിലെ വിമാനത്താവളത്തിന് വില ചോദിച്ച ചങ്ങാതിയാണ് ഇയാൾ. അയാളൊരു 1.5 മാസം മുമ്പ് നമ്മുടെ CPMൻ്റെ ഇവിടുത്തെ പ്രതിനിധി 1.5 മാസം മുമ്പ് പറഞ്ഞത് PM ശ്രീ പദ്ധതി RSSന്റെ അങ്ങ് തറവാട്ടിലെ ഉത്തരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി എന്നാണ്. ഇപ്പോൾ RSSന്റെ തറവാട്ടിലെ ഉത്തരത്തിൻ്റെ മുകളിൽ പോയി ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, ഈ CPM പ്രതിനിധിയുടെ നേതാവ് അവിടെ ഓച്ഛാനിച്ച് നിന്നിട്ടാണോ മേടിച്ചതെന്ന് എനിക്കറിയില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. എന്തായാലും ഉത്തരത്തിൽ നിന്ന് എടുത്തിട്ട് വന്നു. എന്നിട്ട് ചോദിച്ചിട്ട് ഇപ്പോൾ അങ്ങ് RSSന്റെ തറവാട്ടി വെച്ചാൽ മതി എന്നൊക്കെ വ്യാഖ്യാനിച്ച ഈ പ്രതിനിധി, ആ പ്രതിനിധിയുടെ നേതാവ് പറഞ്ഞത് NEP ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്താ കുഴപ്പം, PM ശ്രീ പദ്ധതി അത് ഞങ്ങൾ നടപ്പാക്കും, എന്താ കുഴപ്പമെന്നാ. അപ്പോൾ വാസ്തവത്തിൽ ഇവരൊക്കെ പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ട്രോളാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനത് ബോർഡ് കണ്ടിട്ടില്ല, ട്രോളാണെന്ന് സംശയമുണ്ട്. അത് സബ്ജക്റ്റ് ടു കറക്ഷൻ. 5338 കുടുംബങ്ങൾ, എവിടുത്തെ കടലോര പ്രദേശത്തെ 5338 കുടുംബങ്ങൾക്ക് 2450 കോടി രൂപയുടെ വികസന പ്രവർത്തനം ചെയ്തു എന്നാണ്. സബ്ജക്റ്റ് ടു കറക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊരു ട്രോളാണെന്നൊരു സംശയമുണ്ട്. പക്ഷേ ആ ബോർഡ് ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ 2450 കോടി 5358 കുടുംബങ്ങൾക്ക് കൊടുത്താൽ ഒരു കുടുംബത്തിന് 45 ലക്ഷം കിട്ടണം. എന്താണ് തീരദേശത്തെ ജനങ്ങളുടെ അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്നത്തെ MP രാജേഷിൻ്റെ, ഞാൻ വിഷയത്തിലേക്ക് വരാം, ബാക്കി കാര്യമൊക്കെ പോട്ടെ, അതൊക്കെ ഈ വിവരമില്ലാത്ത ഏർപ്പാടിൽ പരിഹസിച്ചു പറയുന്നവരുടെ ആ ഗണത്തിൽ ഞാൻ അങ്ങ് തള്ളിക്കളയുകയാണ്. പക്ഷേ ഇന്നത്തെ MP രാജേഷ് മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന എന്താ? ഈ 64,000 ആളുകളെ കണ്ടെത്തിയത്, ഈ 64,000 ആളുകളെ കണ്ടെത്തിയത് അവർക്ക് രേഖകളൊന്നുമില്ല, ഒരു രേഖയില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഒരു രേഖയുമില്ലാത്ത അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരാണ്. ആ ദാരിദ്ര്യത്തിൽപ്പെട്ടവരെ എങ്ങനെയാണ് കണ്ടെത്തിയത്? അത് പറയുന്നത് ഇപ്പം നേരത്തെ മാധു പറഞ്ഞല്ലോ, 40 ലക്ഷോ മറ്റോ ആളുകൾക്ക് അവർ ട്രെയിനിങ് കൊടുത്തു. 4 ലക്ഷം പേർക്ക് ട്രെയിനിങ് കൊടുത്തു. ആ 4 ലക്ഷം പേർക്ക് ട്രെയിനിങ് കൊടുത്തത് ഒരു രാജീവ് എന്ന് പറയുന്ന ആൾ പറയുന്നത് അയാൾ ഒറ്റയ്ക്കാണ് കൊടുത്തു എന്നാണ്. ആ സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇനി റേഷൻ കാർഡ് ഇവർ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അതിദാരിദ്ര്യം 64,000 നിന്ന് മുക്തി വേണമെങ്കിൽ റേഷൻ കാർഡ് വേണമല്ലോ. ഒരു രേഖയില്ലാത്ത ആളല്ലേ, ഒരു രേഖയില്ലാത്തവരാണ് ഈ 64,000.
വ്യവസായ മന്ത്രിയുടെ അതിൽ കാണാനുള്ളത് ഏതാണ്ട് 5136 റേഷൻ കാർഡ് കൊടുത്തു എന്നാ 2021 ശേഷം. ഇവരുടെ വേറൊരു സൈറ്റിൽ കാണുന്നത് 2320 റേഷൻ കാർഡ് കൊടുത്തു എന്നാ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി. അപ്പൊ 64,000 ആളുകൾക്ക് റേഷൻ കാർഡ് കൊടുത്തോ? കാരണം ഒരു രേഖയില്ലാത്ത അതിദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഒരു മിനിറ്റ്, കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, തെരഞ്ഞെടുപ്പിന്റെ തട്ടിപ്പായിട്ട് അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കിയെന്ന് പറയണ്ട. അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു സംസ്ഥാന സർക്കാരിന്, ഒരു മിനിറ്റ്, ഞാൻ പോസിറ്റീവായിട്ട് പറയണേ, ഒരു സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. അതിനാണ് ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത്. ഈ കള്ളത്തരം കള്ളവടി പൊട്ടിക്കാനല്ല. ഈ കള്ളവടി പൊട്ടിക്കാൻ ആർക്കും പറ്റും. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോട്ടെ. അല്ലല്ല, ഞാൻ അതിന് മറുപടി പറഞ്ഞു. നിങ്ങൾ അല്ല, ഞാൻ നേരത്തെ അവരൊക്കെ എത്ര നേരം സംസാരിച്ചാ, ഞാൻ ആ സമയത്തൊന്നും മിണ്ടിയില്ലല്ലോ. അല്ലല്ല, ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് പറഞ്ഞു. നേരത്തെ കുറെ അതോട് ചേർന്ന് എനിക്ക് ഇവിടെ CPM നേതാവിനോട് മറുപടി ചോദിക്കാണ്. കാരണം താങ്കൾ ആദ്യം പറഞ്ഞു ഈ AY പദ്ധതി പ്രകാരം അതിദാരിദ്ര്യരുള്ള കേരളമാണെങ്കിൽ ഇനി അരി കിട്ടില്ല എന്ന്. ഞാൻ വീണ്ടും ശ്രീമതി മാധു അടക്കം അവരടക്കം തെറ്റിദ്ധരിച്ചു വെച്ചേക്കാണ്. അതായത് എങ്ങനെയാണ് 5,98,800 എന്നുള്ളൊരു കണക്ക് അതിദാരിദ്ര്യർക്ക് കൊടുക്കുന്ന AY കാർഡ്, ആ AY കാർഡിൽ ഇനി അതിദാരിദ്ര്യർ ഇല്ല എന്നും ഈ 64,000 അതിൽ പെടാത്ത ആളുകളാണ് ഏതാണ് ശരി? 64,000 5,98,000 പെട്ടതാണോ അല്ലയോ? ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. താങ്കളാണ് പറഞ്ഞത്. താങ്കൾ CPM-ന്റെ വാദം ഞാൻ പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് നമുക്കും അറിയില്ലാത്തത്. അതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് താങ്കൾ CPM-നെ സംരക്ഷിക്കണം. 5,98,000 പെട്ടതാണോ 66,000? താങ്കളുടെ ബോധ്യം ഇതാർക്കും ബോധ്യമില്ല. തട്ടിപ്പാണ് കേരളം നടക്കുന്നതെന്ന്. 64,000 എന്ന് പറയുന്നത് 5,98,000 അകത്താണോ പുറത്താണോ എന്ന് പറയുന്നില്ല. 5,98,000 AY താങ്കൾ പറഞ്ഞല്ലോ. AYയുടെ സ്കീമിന്റെ അർത്ഥം എന്താണ്? AY സ്കീം ആർക്കാ കൊടുക്കണേ? അതിദാരിദ്ര്യർക്കാണ് AY അല്ലേ? അപ്പൊ പിന്നെ AY കൊടുക്കുന്നവർ അതിദാരിദ്ര്യർ അല്ലേ? AY സ്കീമിലൂടെ അരി കിട്ടുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നവർ അതിദരിദ്രരാണ്. പക്ഷെ ഇവരുടെ അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് നോക്കൂ. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അല്ല എടുത്തിരിക്കുന്നത് എന്നാണ് പിണറായി വിജയന്റെ മാനദണ്ഡമാണ്. അല്ല, അത് നിങ്ങൾ ചോദിക്കണം, മറുപടി പറയേണ്ടതുമാണ്. തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് കേരളത്തിനും രാജ്യത്തിനും മനസ്സിലാവുന്ന ഒരു മാനദണ്ഡം എന്താണ്? അതിദരിദ്രൻ എന്ന് പറഞ്ഞാൽ AY സ്കീമിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ഇതുവരെയുള്ള സ്കീം, ഇതുവരെയുള്ള നോംസ് അങ്ങനെ തന്നെയാണ്. അതല്ല എന്ന് സർക്കാർ പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖ സർക്കാർ പുറത്തിറക്കുന്നതാണ്. പിണറായി വിജയനും മോനും മോളും സെക്രട്ടേറിയറ്റ് വ്യക്തിപരമായ കാര്യം പറയല്ല. എന്ത് വ്യക്തിപരം? ഇവർ ഇത് അതിദരിദ്രാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് കേട്ട് ഇവിടെ പഞ്ചപുച്ച അടക്കി നിൽക്കാൻ കുറെ മാധ്യമ പ്രവർത്തകർ ഉണ്ടാവും. ഞങ്ങളൊന്നും കിട്ടില്ല. ഇത് ആവശ്യമില്ലാത്ത ആരോപണമാണ്. മാനദണ്ഡ പ്രകാരമാണ് ഇത് നിശ്ചയിച്ചത്. എത്ര പ്രാവശ്യം ചോദിച്ചു? അത് പറയേണ്ടത് ഇതിനെ ആരും പറയുന്നില്ലല്ലോ. അപ്പൊ കേരളം ആഗ്രഹിക്കുന്ന ഉത്തരം ആളുകളോട് ചോദിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. ഞാൻ 4 തവണ ആ കാര്യം ചോദിച്ചു. തട്ടിപ്പാണെന്ന് ഇതിനെ എന്ത് തെളിവാ വേണ്ടേ? ഓക്കെ, ജയ്ക്ക് നിങ്ങൾ പറയാനുണ്ടോ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞു കേട്ടില്ലേ? ഇപ്പൊ ആത്യന്തികമായി BJP കോൺഗ്രസ് നേതാക്കന്മാർ കണ്ടപ്പോ മനസ്സിലായി. എന്ന് ആവർത്തിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്ന് പറഞ്ഞു. എപ്പോഴും രാഷ്ട്രീയം കൊണ്ട് മറുപടി പറഞ്ഞ് ഒട്ടടക്കാനൊന്നും പറ്റില്ല. ശരി, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.